സ്വലാത്തുകളെ പാഴെ പറഞ്ഞാൽ തീരില്ല. പൊളിഞ്ഞു പോകാത്ത അവരുണ്ടെങ്കിൽ സ്വലാത്തിൽ എന്തിനും പറ്റുന്ന സംഗതിയാണ് സ്വലാത്ത് എന്ന് പറഞ്ഞത്. എന്തിനും പറ്റും. ആരോഗ്യം ഉണ്ടാവണം സ്വലാത്തിലേക്കോ, ആയുസ് കിട്ടണോ സ്വലാത്തിലേക്ക്, അതിന്റെ ഹക്കം കൊണ്ട് വായിച്ചു, രോഗം അതിനും സ്വലാത്തിലേക്കോ, ഭക്ഷണത്തിൽ വേണോ അതിനും സ്വലാത്തിലേക്കോ, ഇങ്ങനെ മനുഷ്യനോട് ബന്ധപ്പെട്ട മക്കൾ നന്നാവണോ സ്വലാത്തിലേക്കോ, ഇങ്ങനെ എന്തിനും പറ്റുന്ന ഒരു മരുന്നാണ്, ഒരു പ്രതിരോധമാണ്. പല ദോഷങ്ങളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയൊരു ആയുധമാണ് സ്വലാത്ത്. ഈമാൻ സലാമത്തായി കിട്ടാൻ ഏറ്റവും വലിയ മരുന്നാണ് അല്ലാഹുവിന്റെ ഹബീബിന് ചൊല്ലുന്ന സ്വലാത്ത്. എത്ര സ്വലാത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയും ഒരു ദിവസം അത്രയും വർദ്ധിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ആ സ്വലാത്ത് ചൊല്ലുന്ന നാവിനെ അല്ലാഹു നരകത്തിൽ കിടത്തൂല. ആ നാവ് ഉള്ള ശരീരത്തെ അല്ലാഹു നരകത്തിൽ കിടത്തൂല. ഏത് പ്രശ്നത്തിൽ കുടുങ്ങിയാലും, ഏത് ബുദ്ധിമുട്ടിലകപ്പെട്ടാലും, ഇനി രക്ഷയില്ലാതെ മുട്ടിപ്പോയി എന്ന അവസ്ഥയിലെത്തിയാലും ഹബീബായ തങ്ങളുടെ സ്നേഹികളോട് പറയുന്നു, നിങ്ങൾ എഴുന്നേൽക്കൂ, പാതിരാത്രി സലാം വീട്ടി ആ ഇരിപ്പിലിരിക്കൂ, വിളിക്കൂ മദീനയിലെ ഹബീബായ തങ്ങളെ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. എത്ര വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം വർദ്ധിപ്പിക്കണം. വീട്ടിൽ കയറുന്ന സലാത്ത് ചൊല്ലണം, പള്ളിയിൽ കയറുന്ന സലാത്ത് ചൊല്ലണം, അതിൽ സദസ്സ് പിരിയുമ്പോൾ സലാത്ത് ചൊല്ലണം. അതൊക്കെ സലാത്തുകളിൽ പ്രത്യേകം പുണ്യമുള്ള സമയങ്ങളാണ്. ഏത് പ്രശ്നത്തിനും അത് പരിഹാരമാണ്. അൻകുറ്റമല്ലാത്ത ഏത് തെറ്റുകൾ പുറത്തു പോകാനും സലാത്ത് നിമിത്തമാണ്. സലാത്ത് എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുണ്ടോ അത്രത്തോളം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ആത്മീയമായ അടുപ്പം ലഭിക്കുന്നതാണ്. മണിക്കൂർ കൊണ്ട് എത്ര സലാത്ത് നമുക്ക് ചെല്ലാം. ശ്രദ്ധയിലും ചെല്ലാം, അശ്രദ്ധയിലും ചെല്ലാം, ശുദ്ധിയിലും ചെല്ലാം, അശുദ്ധിയിലും ചെല്ലാം. പെണ്ണുങ്ങൾക്കൊക്കെ ഉള്ള അവസരമാണ്. സലാത്തിന്റെ മാത്രമല്ലേ അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൂ. അതുകൊണ്ട് സലാത്ത് നന്നായി ചെല്ലും. ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത സാധനമാണ് ഈ സലാത്ത്. ദുനിയാവിലും പുരോഗതി, ഖബറിലും പുരോഗതി, ആഖിറത്തിലും പുരോഗതി, എല്ലായിടത്തും നേട്ടമുണ്ടാവും. സലാത്തിൽ ഒരാളെയും നമ്മൾ നിന്ദിക്കാൻ പാടില്ല. സലാത്താണോ അയാൾ ഏർപ്പാട്, ആളേറ്റ് കളിക്കാൻ പാടില്ല. അതാരായാലും ശരി, സലാത്ത് കയ്യിൽ കൊണ്ട് നടക്കുന്ന ആളാണെങ്കിൽ അയാൾക്കെതിരെ കളിച്ചാൽ വേഗം കുരുത്തക്കേട് പെട്ടെന്ന് തട്ടും. കാരണം സലാത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അത് സലാത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സലാത്ത് ചെല്ലുന്നവർക്ക് തന്നെ അല്ലാഹു തആല ഇത്രയും വലിയ പ്രതിഫലം കൊടുക്കുകയാണെങ്കിൽ ആ സലാത്തിന്റെ മഹാത്മ്യം എത്രയാണ്. അങ്ങനെ ചൊല്ലുന്ന നാവാക്കി നമ്മുടെ നാവിനെ മാറ്റാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വലാത്തില്ല നിങ്ങൾക്ക് മനസ്സിലുണ്ടോ എങ്കിൽ മനസ്സിലാക്കുക, നമ്മൾ മുഅ്മിനായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് ചൊല്ലാൻ ക്ഷണിച്ചത് മുഅ്മിനീങ്ങളെയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. ഈമാനില്ലാത്തവർക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയില്ല. ഈമാനില്ലാത്തവൻ മുത്തുനബിയെ നിഷേധിച്ചു കളയും, മുത്തുനബിയെ മോശാക്കും, മൗലിദിനെ കളവാക്കും, മുത്തുനബിയുടെ മധു പറയുമ്പോൾ കൊച്ചാക്കും. എന്റെ മേൽ ആരാണോ സലാത്തിനെ വർദ്ധിപ്പിക്കുന്നത് അവരുടെ ദുഃഖങ്ങൾ അല്ലാഹു അകറ്റിക്കൊടുക്കുകയും അവരുടെ വിഷമങ്ങളെ അല്ലാഹു തീർത്തു കൊടുക്കുകയും അവരുടെ എല്ലാവിധ ദോഷങ്ങളെ അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. മുത്തനബിന്റെ പേരിൽ സ്വലാത്ത് നല്ലോ ചൊല്ലിക്കൊടി, എന്നാ രക്ഷപ്പെടും. ഇന്ന ഔലന്നാസി അക്സറുഹും അലയ്യ സലാത്ത. എന്നോട് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബന്ധമുള്ള ആള് എന്റെ മേൽ സലാത്ത് വർദ്ധിപ്പിച്ച വ്യക്തിയാണ് മുത്ത് റസൂലുള്ളാഹി. ഖബറിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണോ, അഹ്ശയിൽ രക്ഷപ്പെടണോ, വലകയിൽ കിതാബ് ലഭിക്കണോ, സിറാത്ത് പാലം മിന്നൽ വേദനയിൽ കിടക്കണോ, അതേ മുത്തായ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കണോ, സ്വർഗ്ഗത്തിൽ കിടക്കണോ, സർവ്വത്തിനും കാരണമാണ് അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ. മുടങ്ങാതെ ചൊല്ലിക്കോ. ഹൃദയം പ്രകാശിക്കാനുള്ള നല്ല മരുന്നാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കൽ. അസ്വലാത്തു നൂറുൻ ഫിൽ ഖൽബി.
ഹൃദയത്തിൽ വലിയ പ്രകാശമാണ് സ്വലാത്ത്. അത് ഖബറിലും പ്രകാശമാണ്. ഫഇന്ന സ്വലാത്ത അലയ്യ നൂറുൻ ഫിൽ ഖബരി ഖാല റസൂലുള്ളാഹി. സ്വലാത്ത് ഖബറിൽ പ്രകാശമാണ്. വനൂറുൻ ഫിസ്സിറാത്ത്. അത് സിറാത്തിലും വലിയ പ്രകാശമാണ്. ദുനിയാവിലും ആഖിറത്തിലും പ്രകാശമായിട്ടുള്ള ഒന്ന് അത് ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളാണ്. ആ സ്വലാത്ത് ഇദൻ യഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറ. നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പറ്റിപ്പോയ അബദ്ധങ്ങൾ മുഴുവനും പൊറുക്കാൻ കാരണമാണ്. വൻകുറ്റങ്ങൾ വരെ പൊറുക്കപ്പെടുന്നതാണ് സ്വലാത്ത് കൊണ്ട്. എന്തെല്ലാം നഷ്ടങ്ങൾ പറ്റിയോ അത് മുഴുവനും വീണ്ടെടുക്കാൻ പറ്റിയത് സ്വലാത്താണ്. ദിവസങ്ങൾ, മാസങ്ങൾ, കൊല്ലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. എന്റെ ജീവിതം കുറെ വേണ്ടാതെ പോയി, ഇനി അത് നികത്താനുള്ള ടൈമില്ല. അങ്ങനെ മനസ്സെത്തിയ ഒരു മനുഷ്യൻ ജോലിയാകേണ്ടത് സ്വലാത്ത് കൊണ്ടാണ്. ഏറ്റവും വലിയ ഈമാനിന്റെ തിളക്കം മഹബ്ബത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെയും അവന്റെ ഹബീബിനെയും സ്നേഹിക്കലാണ്, പ്രണയിക്കലാണ്. ആ പ്രണയം മഹബ്ബത്ത് എത്ര കണ്ട് നമ്മുടെ കൽബിൽ കൂടുന്നോ അത്ര കണ്ട ഈമാനിന്റെ വെളിച്ചം ഇങ്ങനെ കൂടി വരും. അത് കുറഞ്ഞു പോയാൽ ഈമാനിന്റെ വെളിച്ചം ഇങ്ങനെ ചുരുങ്ങിപ്പോകും. ഹബീബിന്റെ മഹബ്ബത്ത് കൊണ്ട് നമ്മുടെ കൽബ് ധന്യമാക്കി തരട്ടെ. സലാത്തിലൊലിക്കോ വിധവിധങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചോ. രാത്രി കടന്നുറങ്ങുമ്പോൾ അവിടുത്തെ ചിരിക്കുന്ന മുഖം കൊണ്ട് കാണാൻ കഴിഞ്ഞാൽ എന്തൊരാനന്ദമാണ്, എന്തൊരു രസമാണ്. വേറൊരു കാഴ്ചയും വേണ്ട, അവിടുത്തെ ശബ്ദം കേട്ടാൽ എന്ത് മതിയാണ്. സ്വലാത്ത് പോലെ ബഹുമാനമുള്ള മറ്റൊന്നില്ല. ആ സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല. സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല. സ്വലാത്ത് കൊണ്ട് നീങ്ങാത്ത ടെൻഷനില്ല. ദുനിയാവിലെ ആഖിറത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് സ്വലാത്ത്. പ്രിയമുള്ളവരെ, ഉമ്മമാരെ, സ്വലാത്ത് ദായിമാക്കണം. ദിവസേന രാവിലെയും വൈകുന്നേരവും ഒരു 10 വീതം സ്വലാത്ത് ചൊല്ലിയാൽ നബിതങ്ങളുടെ ശഫാഅത്ത് കിട്ടുമെന്ന് ഹദീസിലില്ലേ. അല്ലാഹുവേ, നിങ്ങൾക്കത് ദായിമാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നിലങ്ങൾ പറയുന്ന വാക്കുകൾ കേട്ടോളൂ. ഒരുപാട് സ്വലാത്തിന്റെ മഹത്വം പറയുമ്പോ നിലങ്ങൾ പറഞ്ഞു അസ്സലാത്തു അലയ്യ തംഫിൽ ഫഖറ. അസ്സലാത്തു അലയ്യ തംഫിൽ ഫഖറ. എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ദാരിദ്ര്യത്തെ അത് നാട്ടുകടക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. എന്റെ പേരിലുള്ള സ്വലാത്ത് ദാരിദ്ര്യത്തെ നാടുകടക്കും. മുഹമ്മദ് റസൂലുള്ളാഹി.